ഓക്കെ, നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, ലൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ എപ്പോഴാണോ റോങ് ആവുന്നത് അതുവരേക്കും നമുക്ക് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ പ്രോഗ്രാം എന്തിനെ ബേസ് ചെയ്തിരിക്കും? ഒരു കണ്ടീഷനെ തന്നെ. ഓക്കെ, നമ്മൾ ആ കൊടുക്കുന്ന കണ്ടീഷൻ ഫോൾസ് ആവുന്നവരേക്കും നമുക്ക് എന്താണോ ഇങ്ങനെ റിപ്പീറ്റ്ലി ഡിസ്പ്ലേ ചെയ്യാനുള്ള അത് ഡിസ്പ്ലേ ചെയ്യും. അതിനാണ് നമ്മൾ ഫോർ ലൂപ്പ് അല്ലെങ്കിൽ വൈൽ ലൂപ്പ് എന്നുള്ള രണ്ട് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താണ് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും എന്നൊക്കെ നോക്കി. സോ ഇനി നമുക്ക് ആദ്യം ഫോർ ലൂപ്പ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് എന്താ? പൈത്തൺ കൺട്രോൾ ഫ്ലോ സ്ട്രക്ചർ ദാറ്റ് അലോസ് യു ടു റീഡ് ഐട്രേറ്റ് ഓവർ എ സീക്വൻസ്. അതായത് ഒരു സീക്വൻസിനെ ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരുപാട് ഡാറ്റ ടൈപ്സ് പഠിച്ചു. അതായത് ലിസ്റ്റ്, ടപ്പിള്, ഡിക്ഷണറി, ദെൻ അതേപോലെ തന്നെ സെറ്റ്, ന്യൂമറിക് ഡാറ്റ ടൈപ്സ്, അങ്ങനെ ഒരുപാട് ഡാറ്റ ടൈപ്സ് പഠിച്ചു. അതായത് ഐട്രേറ്റ് ചെയ്യാനുള്ളതിനെ നമ്മൾ ഓവർ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഒരു ഐട്രേഷൻ ആയിട്ടുള്ള ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? വൈൽ ലൂപ്പും ഉണ്ട്. സോ ആദ്യം നമുക്ക് വൈൽ ലൂപ്പ് എന്താണെന്ന് നോക്കാം. ഫോർ ലൂപ്പിനെ പോലെ തന്നെയാണ് വൈൽ ലൂപ്പും. നമുക്ക് എന്തിനാ? ലൂപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. അതിനകത്തേക്കാണ് ഞാൻ ഓരോ പ്രോഗ്രാംസ് ആയിട്ട് ചെയ്യാൻ പോകും. ഓക്കെ, ആദ്യം നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും സിൻടാക്സ് നോക്കാം. sample.py എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു py ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ രണ്ടിന്റെയും സിൻടാക്സ് നോക്കാം. വൈൽ ലൂപ്പിന്റെ സിൻടാക്സ് എന്താണ്? വൈൽ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണോ സ്റ്റേറ്റ്മെന്റ്സ്, ആ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കണം. എന്ത് ചെയ്യണം? സ്റ്റെപ്സ് ചെയ്യണം. സ്റ്റെപ്സ് ചെയ്യാനുള്ള മീനിങ് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മൾ പറഞ്ഞ ഒരു കണ്ടീഷൻ എപ്പോഴെങ്കിലും ഫോൾസ് ആവണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? അതിങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതിനൊരിക്കലും ഒരു അവസാനം ഉണ്ടാവത്തില്ല. ആ ഒരു അവസാനത്തിന് വേണ്ടി, അല്ലെ ആ ഒരു കണ്ടീഷൻ ഫോൾസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്റ്റെപ്സ് യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സ്റ്റെപ്സ്. ഓക്കെ, അതായത് നമുക്ക് ഒന്നിന്റെ ഡിഫറൻസ് ആവാം, രണ്ടിന്റെ ഡിഫറൻസ് ആവാം, അങ്ങനെ സ്റ്റെപ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം. അതായത് നമുക്ക് 1 to 10 വരേക്കും പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാംസ് എഴുതി നോക്കാം വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, എന്ത് ചെയ്യാം? വൈൽ നമ്മുടെ കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ എന്ന് പറയുന്നത് 1 സ്റ്റാർട്ട് ചെയ്യണം. സോ ഞാൻ ഇവിടെ ഐയുടെ വാല്യൂ 1 ആക്കി കൊടുക്കുക. അതായത് എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഒരു വേരിയബിളിൽ കൊടുക്കുകയാണ്. ദെൻ അതിനുശേഷം ഞാൻ വൈൽ ലൂപ്പ് എഴുതാണ്. വൈൽ എന്റെ കണ്ടീഷൻ ഐയിൽ സ്റ്റാർട്ട് ചെയ്യണം. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അതായത് എനിക്ക് 10 വരേക്കാണ് പ്രിന്റ് ചെയ്യേണ്ടത്. സോ 10 വരേക്കും ആവുന്ന സമയത്ത് എനിക്ക് എന്തിനെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടണം? പ്രിന്റ് ഐ. അതായത് ഐയുടെ വാല്യൂ എന്താണോ അതെനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടണം. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ കാണിച്ചുതരാം. നമ്മൾ അതായത് സ്റ്റെപ്സ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ഡീമെറിറ്റ് എന്നുള്ളത് കാണിക്കാം. ഞാൻ ഈ ലൊക്കേഷനിലോട്ട് എന്ത് ഓപ്പൺ ചെയ്യുന്നു? ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോ കിടക്കുന്നത് പൈത്തൺ പ്രോഗ്രാംസിലല്ല, അതിനകത്തുള്ള ലൂപ്പിങ്ങിനകത്താണ് കിടപ്പുള്ളത്. സോ അതിനകത്ത് വെച്ച് ഞാൻ റൺ ചെയ്ത് കാണിക്കാം. സാമ്പിൾ ഡോട്ട് കണ്ടോ? ഈ വണ്ണിനൊരു എക്സിറ്റിംഗ് ഇല്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അതായത് നമുക്ക് എവിടെയെങ്കിലും വെച്ച് ഇതിനെ കൺട്രോൾ ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്റ്റെപ്സ് യൂസ് ചെയ്യുന്നത്. ഐ പ്ലസ് ഈക്വൽ ടു 1. അതായത് ഐയുടെ വാല്യൂ ഒരെണ്ണം വെച്ച് കൂടണം, സ്റ്റെപ്പ് ചെയ്യണം. അപ്പം മാത്രമേ നമുക്ക് എന്ത് വർക്ക് ആവത്തുള്ളൂ? നമ്മള് ലൂപ്പ് വർക്ക് ആവത്തുള്ളൂ. സോ ഇതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? കണ്ടീഷൻ കൊടുത്തു. അവിടെ ലൂപ്പിനെ എന്ത് ചെയ്യിപ്പിച്ചു? ബ്രേക്ക് ചെയ്യാനുള്ള സ്റ്റെപ്സ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഇനി നമ്മൾ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ കണ്ടോ, നമുക്ക് 1 to 10 വരേക്കും. ഇതാണ് നമ്മൾ എന്ത്? വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്താണോ എക്സിക്യൂട്ട് ചെയ്യുക, വൈൽ ലൂപ്പിന്റെ ഒരു സിൻടാക്സ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് സെറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നത്, പ്രോപ്പർ മാനറിൽ എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പോർഷനും കൂടെ ലൂപ്പിങ്ങിനകത്തുണ്ട്. കൺട്രോൾ ട്രാൻസ്ഫർ സ്റ്റേറ്റ്മെന്റ്സ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തൊക്കെയാ പഠിച്ചത്? ബ്രേക്ക്, കണ്ടിന്യൂ, പാസ്. ഈ 3 കൺട്രോൾ ട്രാൻസ്ഫർ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ലൂപ്പിങ്ങിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് 3 എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ബ്രേക്ക് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറയുന്ന ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ, അതായത് യൂസറിന്റെ ഇന്ററാക്ഷൻ വഴി ലൂപ്പിനെ എന്ത് ചെയ്യാൻ വേണ്ടി? പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺട്രോൾ ട്രാൻസ്ഫർ ആണ് ബ്രേക്ക് എന്ന് പറയുന്നത്. ദെൻ കണ്ടിന്യൂ എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു പെർട്ടിക്കുലർ കണ്ടീഷൻ മാത്രം സ്കിപ്പ് ചെയ്ത് ബാക്കി സ്റ്റേറ്റ്മെന്റ് അതേപോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ദെൻ പാസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചറിലോട്ട് ഒരു എംപ്റ്റി സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? പാസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് എന്തിനകത്തുള്ളത്?
ബ്രേക്ക്, കണ്ടിന്യൂ ആൻഡ് പാസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ്സിനകത്തുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മൂന്നിന്റെ എക്സാമ്പിൾസ് നോക്കാം. ബ്രേക്ക്, കണ്ടിന്യൂ, പാസ്. അതേപോലെ തന്നെ ലൂപ്പിങ്ങിനകത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു കാര്യവും കൊണ്ടുണ്ട്. നമ്മൾ എൽസ് എന്നുള്ള പറഞ്ഞു വയലിനകത്തും, അതായത് നമ്മൾ സാധാരണ കണ്ടേക്കുന്ന ഈഫിനകത്താണ് എൽസ്. പക്ഷേ പൈത്തന്റെ കേസിൽ നമുക്ക് ഫോറിനും വയലിനും എൽസ് ഉണ്ട്. ഈ എൽസ് ബ്ലോക്ക് എപ്പോഴാണ് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഫോറിനും വയലിനും സെയിം പർപ്പസ് ആണ്. ഫോറിനകത്തും വയലിനകത്തും ഒരു എൽസ് ഉണ്ട്. അതായത് യൂസറിന്റെ ഇന്ററാക്ഷൻ ഇല്ലാതെ ലൂപ്പ് നോർമലി എക്സിറ്റ് ചെയ്യുന്ന കണ്ടീഷനിലാണ് എന്ത് വർക്ക് ആവുന്നത്, വൈല് വർക്ക്, സോറി എൽസ് വർക്ക് ആവുന്നത്. അതായത് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ബ്രേക്ക് എന്ന് പറയുന്നത് എന്താണ്, യൂസറിന്റെ ഇന്ററാക്ഷൻ വഴി ലൂപ്പിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക എന്നാണ് നമ്മൾ ബ്രേക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അല്ലാതെ ലൂപ്പ് നോർമലി എക്സിറ്റ് ആവുന്ന ശേഷം നമുക്ക് എന്ത് വർക്ക് ചെയ്യും, എൽസ് വർക്ക് ചെയ്യും. ഇവിടെ ഞാൻ ആദ്യം എൽസും കൂടെ കാണിച്ചു തരാം. എന്താണ്, ഇവിടെ ഞാൻ എൽസ് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു യൂസറിന്റെ ഇന്ററാക്ഷനും ഇല്ല. നോർമലി അത് എവിടെയാണോ എക്സിറ്റ് ആവുന്നത് അവിടെ മാത്രമേ എക്സിറ്റ് ആവത്തുള്ളൂ. ഞാൻ വയലിനകത്ത് ചുമ്മാ ഒരു ഹായ് മെസ്സേജും കൂടെ കൊടുത്തു എൽസിൽ. അപ്പൊ കണ്ടോ, നമ്മൾ ഈ ലൂപ്പ് 1 to 10 വരേക്കും കറങ്ങിയതിനു ശേഷം ഒരു വട്ടം, അതായത് 11 എന്നുള്ള കണ്ടീഷൻ ആണ് ഇവിടെ എന്താവുന്നത്, സ്റ്റോപ്പ് ആവുന്നത്. സോ ആ 11th കണ്ടീഷനിൽ എന്ത് വരും, ഒരു ഹായ് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തു. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫയലിനകത്ത് എൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഫോറിലും ഇതേപോലെ തന്നെയാണ് കണ്ടീഷൻ ഫോൾസ് ആവുന്നത്. അതായത് യൂസറിന്റെ ഇന്ററാക്ഷൻ ഇല്ലാതെ കണ്ടീഷൻ എക്സിറ്റ് ആവുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എൽസ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്തും കൂടെ നോക്കാം. ഇതിനകത്ത് ബ്രേക്ക്, കണ്ടിന്യൂ, പാസ് ഈ മൂന്ന് കാര്യം കൊടുക്കാം. ഓക്കെ, ബ്രേക്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞു യൂസറിന്റെ ഇന്ററാക്ഷൻ വഴി ഒരു പെർട്ടിക്കുലർ കണ്ടീഷനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ലൂപ്പിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു പെർട്ടിക്കുലർ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഐയുടെ വാല്യൂ 7 ആവുന്ന സമയത്ത് എനിക്ക് ലൂപ്പ് എന്താവണം, ബ്രേക്ക് ആവണം. സോ ഈഫിൽ കൊടുക്കണം. ഇതാണ് എന്റെ കണ്ടീഷൻ. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ബ്രേക്ക് ആണെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കറിയാം കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഈഫ് ആണ്. ഇഫ് ഐ ഈക്വൽ ടു 7 ആണെങ്കിൽ ബ്രേക്ക്. ഓക്കെ, എനിക്ക് ലൂപ്പ് എന്താവണം, ബ്രേക്ക് ആവണം എന്ന് പറഞ്ഞു. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, നമുക്ക് എന്ത് വന്നു, 1 to 6 വരെയൊക്കെ വന്നുള്ളൂ. അപ്പൊ 7 മുതൽക്ക് നമുക്ക് എന്തായി, ലൂപ്പ് എക്സിറ്റ് ആയി. അതേപോലെ തന്നെ നമുക്ക് എന്തും വർക്ക് ചെയ്തില്ല, എൽസ് ബ്ലോക്ക് വർക്ക് ചെയ്തില്ല. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രേക്ക് എന്ന് പറയുന്നത്. പെർട്ടിക്കുലർ കണ്ടീഷനിൽ വെച്ച് യൂസറിന്റെ ഇന്ററാക്ഷൻ വഴി ലൂപ്പിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക. സോ അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ബ്രേക്ക് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്കെന്ന് പറയുന്നത് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അതായത് നമുക്ക് വേണ്ട ഒരു സിറ്റുവേഷനിൽ ലൂപ്പിനെ എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്യണം. അതായത് നമുക്കൊരു വേണ്ട ഒരു കണ്ടീഷനെ മാത്രം വെച്ച് ബാക്കി പ്രോപ്പർ ആയിട്ട് തന്നെ ലൂപ്പ് വെക്കണം. സോ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഐ ഈക്വൽ ടു 1 സ്റ്റാർട്ട് ചെയ്യുന്നു. while I less than or equal to 10. ഓക്കെ, ബ്രേക്ക് കണ്ടിന്യൂ ചെയ്യുന്ന കേസ് നമുക്ക് സ്റ്റെപ്സ് മുകളിലോട്ട് കയറി വരും. ഐ പ്ലസ് ഈക്വൽ ടു 1, ദെൻ കണ്ടീഷൻ കൊടുക്കും. ഇഫ് നമ്മുടെ ഐയുടെ വാല്യൂ 5 ആവുന്ന കേസിൽ എനിക്ക് എന്ത് സംഭവിക്കണം, കണ്ടിന്യൂ സംഭവിക്കണം. ദെൻ എന്ത് ചെയ്യുന്നു, അതിന് പുറത്തായിട്ട് പ്രിന്റ് ഐയുടെ വാല്യൂനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയും വേണം. സോ ഇത്രയും കൊടുത്ത് ഞാൻ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നോക്കി, നമുക്ക് എന്താണ്, ആ പെർട്ടിക്കുലർ കണ്ടീഷൻ ആയിട്ടുള്ള 5 മാത്രം സ്കിപ്പ് ആവും, ബാക്കി നമുക്ക് പ്രോപ്പർ ആയിട്ട് വെക്കാം. ഇതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, പാസ് സ്റ്റേറ്റ്മെന്റ്സും കൂടിയാണ് ബാക്കിയുള്ളത്. ഓക്കെ, ബ്രേക്ക് പറഞ്ഞു, കണ്ടിന്യൂ പറഞ്ഞു, ഇനി നമുക്കുള്ളത് എന്താണ്, പാസ് സ്റ്റേറ്റ്മെന്റ് ആണ്. പാസ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഐയുടെ വാല്യൂ 1 സ്റ്റാർട്ട് ചെയ്യുന്നു. ഫ്യൂച്ചറിലോട്ട് ഒരു എംപ്റ്റി സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്, നോർമൽ ഒരു കണ്ടീഷൻ കൊടുക്കാം. ഐയുടെ വാല്യൂ 9 ആവുന്ന കേസിൽ എനിക്ക് എന്ത് ചെയ്യണം, പാസ് സ്റ്റേറ്റ്മെന്റ് നടക്കണം. ദെൻ പ്രിന്റ് ഐനെ പ്രിന്റ് ചെയ്യിപ്പിക്കണം. ഐനെ ഒരെണ്ണം വെച്ച് സ്റ്റെപ്പ് ചെയ്യണം. ഇത്രയും കൊടുത്ത് ഞാൻ റൺ ചെയ്തു. നമ്മൾ പറഞ്ഞു ഒരു പ്രോഗ്രാമിനകത്ത് ഒരു എഫക്റ്റും പാസിനകത്ത് ഉണ്ടാകത്തില്ല. ഓക്കെ, പാസ് എന്ന് പറയുന്നത് നമുക്കൊരു എറർ ഫ്രീ ആയിട്ട് ഒരു എംപ്റ്റി സ്പേസ് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പാസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് എന്തിനകത്ത് പറയാനുള്ളത്, വൈൽ ലൂപ്പിനകത്ത് നമ്മൾ കുറച്ച് പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ പറയാനുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്ത് വേണം, എന്തെങ്കിലും ഒരു സിമ്പിൾ പ്രോഗ്രാംസ് ചെയ്ത് നോക്കാം. ഓക്കെ, വൈൽ ലൂപ്പിനെ മാത്രം ബേസ് ചെയ്ത് വരുന്ന ഒരു സിമ്പിൾ പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, നമുക്കൊരു നമ്പറിന്റെ റിവേഴ്സ് കാണുന്ന പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഓക്കെ, അതായത്
വൈൽ ലൂപ്പ് യൂസ് ചെയ്ത് ഒരു നമ്പറിന്റെ റിവേഴ്സ് എങ്ങനെ നമ്മൾ കാണും എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഒരു നമ്പറിന്റെ റിവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു യൂസർ ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യാണ്, അതിന്റെ റിവേഴ്സ് ആണ് കാണേണ്ടത്. ഓക്കെ, എന്താണ് നമ്മൾ നമുക്ക് പ്രോഗ്രാം ആയിട്ട് ചെയ്യാം. റിവേഴ്സ് നമ്പർ ഡോട്ട് പി വൈ, റിവേഴ്സ് ഓഫ് എ നമ്പർ എന്നുള്ള പ്രോഗ്രാം നമുക്ക് ചെയ്യാം. ഇതിനുവേണ്ടി ആദ്യം എന്ത് വേണം? യൂസറിന്റെ കയ്യിൽ നിന്ന് ഒരു ഇൻപുട്ട് വേണം. സോ ഇൻറ്റ് നമുക്ക് എന്താ വേണ്ടത്? ഓക്കെ, ആദ്യം നമുക്ക് അതിന്റെ ആൽഗോരിതം നോക്കാം. നമുക്ക് എന്ത് വേണം? ആദ്യം യൂസറിന്റെ കയ്യിൽ നിന്ന് ഒരു നമ്പർ വേണം. ഇപ്പൊ 1 2 3 എന്നുള്ളതാണ് എന്റെ നമ്പർ. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം? റിവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് ഒരു എം ടി വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് റിവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കൊടുക്കുന്ന നമ്പറിന് തിരിഞ്ഞു വരണം. സോ അതിന് വേണ്ടിയിട്ട് അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. ഇപ്പൊ നമുക്കറിയാം ഒരു നമ്പറിനകത്ത് 0 കൊണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ഒരു ചേഞ്ചസും വരത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്തു? റിവേഴ്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഇനീഷ്യലൈസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? നമുക്ക് ഈ പറയുന്ന n എന്നുള്ള, അതായത് 1 2 3 എന്ന് പറയുന്ന വേരിയബിളിനകത്ത്, അതായത് ഈ 1 2 3, അതായത് നമുക്ക് ആദ്യം എന്ത് വേണം? 1 2 3 ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആദ്യം നമുക്ക് ഇതിനകത്ത് എന്ത് വരണം? 3 എന്നുള്ള ആൻസർ വരണം. ഓക്കെ, അതായത് നമുക്ക് ഈ ഓർഡറിൽ, അതായത് തിരിഞ്ഞു വരണേ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് ഇടേണ്ടത്? 3 2 1, ഇതാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ആദ്യം നമുക്ക് എന്ത് വേണം? ഇതിന് തിരിഞ്ഞു വരണമെങ്കിൽ എന്ത് ചെയ്യണം? ലാസ്റ്റ് ഡിജിറ്റ് വരണം. ഓക്കെ, അതായത് ഒരു നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ആ നമ്പറിനെ 10 കൊണ്ട് മോഡുലസ് ചെയ്താൽ മതി. ഓക്കെ, എൻ മോഡ്, അതായത് നമ്പർ മോഡ് 10 ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ലാസ്റ്റ് ഡിജിറ്റ് ആണ്. സോ ഈ ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഈ ലാസ്റ്റ് ഡിജിറ്റിനെ നമുക്ക് എന്തിലോട്ട് എടുത്തു വെക്കണം? റിവേഴ്സിലോട്ട് എടുത്തു വെക്കണം. സോ നമ്മൾ ചുമ്മാ റിവേഴ്സ് ഈക്വൽ ടു, അതായത് ഞാനിപ്പോ ജസ്റ്റ് ഇവിടെ ഒരു ഡിജിറ്റ് ആണല്ലോ വെക്കേണ്ടത്. അപ്പൊ ഡിജിറ്റ് ഈക്വൽ ടു എന്ത് ചെയ്യുന്നു? നമുക്ക് നമ്പർ മോഡ് 10 ചെയ്യുന്ന സമയത്ത് എനിക്ക് 3 എന്നുള്ള നമ്പർ കിട്ടി. സോ എനിക്ക് ആ റിവേഴ്സിലോട്ട് ആ ഡിജിറ്റിനെ ചുമ്മാ കൊടുക്കാൻ പറ്റില്ല. ചുമ്മാ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുമ്പോ എന്താ സംഭവിക്കുക? ഇപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഡി എന്ന് കൊടുത്തു. ഓക്കെ, എനിക്ക് നെക്സ്റ്റ് എന്ത് വരും? 2 വരും. അപ്പൊ എന്ത് വരും? ഇവിടെ എന്തായി പോവും? ഡി മാറി 2, സോറി 3 മാറി 2 ആയി പോകും. എനിക്ക് അങ്ങനെയല്ല, ആഡ് ചെയ്ത് തന്നെ വരണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഓക്കെ ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതായിരുന്നു. അതായത് ഡിജിറ്റിലോട്ട് നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് എടുക്കാൻ മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. സോറി. ഓക്കെ, അപ്പൊ നമ്മൾ റിവേഴ്സിലോട്ട് ഡിജിറ്റിനെ മാത്രം സ്റ്റോർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടില്ല? ഓവർ റൈറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. സോ നമുക്ക് എന്ത് വേണം? ഈ ഡിജിറ്റ്, അതായത് ആദ്യം 3 വരണം, പിന്നെ ആ 2 വരണം, അതായത് 32 എന്ന് വരണം. സോ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? റിവേഴ്സ് ഈക്വൽ ടു റിവേഴ്സ് ഇൻറ്റു 10 പ്ലസ് എന്ത് ചെയ്യണം? റിമൈൻഡർ ആഡ് ചെയ്യണം. സോ റിമൈൻഡർ ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഡിജിറ്റിലേക്ക് വരുന്ന വാല്യൂ ആണ്. സോ അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ എന്ത് വരും? നമ്മൾ റിവേഴ്സ് 0 വരും. ഫസ്റ്റ് നമ്മൾ ഡിജിറ്റിന് എന്ത് ചെയ്യും? 3 ആണ് കിട്ടുക. സോ ആ 3 ഇങ്ങോട്ട് ആഡ് ചെയ്യുക. അപ്പൊ എന്ത് വരും? 0 ഇൻറ്റു 10 പ്ലസ് 3 വരും. അതായത് നമുക്ക് 3 എന്നുള്ള ആൻസർ വരും. നെക്സ്റ്റ് 2 വരുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു 10 പ്ലസ് 2 വരും. അതായത് 32 വരും. നെക്സ്റ്റ് നമുക്ക് 1 വരുന്ന സമയത്ത് എന്താണ്? 320 പ്ലസ് 1 വരും. അതായത് 321 എന്നുള്ള ആൻസർ വരും. ഇതിലൊരു സ്റ്റെപ്പും കൂടെ നമുക്കുണ്ട്. അതായത് നമുക്ക് ഇവിടുന്ന് എന്താണ്? മോഡുലസ് ഓപ്പറേറ്റർ വെച്ച് 3 എടുത്തു. നെക്സ്റ്റ് സ്റ്റേജിൽ, അതായത് ഈ ഒരു റിവേഴ്സ് കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യണം? അതിനെ 12 ആക്കി മാറ്റണം. അതായത് ആ 3 അങ്ങ് റിമൂവ് ചെയ്യണം. ആ 3 റിമൂവ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോർ ഡിവിഷൻ ചെയ്യണം. അതായത് ഈ 123നെ ഡബിൾ സ്ലാഷ് ഈക്വൽ ടു 10 കൊടുക്കുമ്പോൾ എന്ത് വരും? നമുക്ക് 12 എന്നുള്ള ആൻസർ മാത്രം. ഇത് നമ്മളെ ലൂപ്പിൽ റിപ്പീറ്റ്ലി കറങ്ങുമ്പോഴാണ് നമുക്ക് എന്ത് ആൻസർ കിട്ടുന്നത്? സോ അതായത് നമ്മളെ നമ്പർ റിവേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി നമുക്കത് നോക്കി നോക്കാം. എന്താണ്? വയൽ നമ്മളെ കണ്ടീഷൻ കൊടുക്കുക. എന്താണ്? n നോട്ട് ഈക്വൽ ടു 0 ആവുന്നത് വരേക്കാണ് നമുക്ക് ലൂപ്പ് കറങ്ങേണ്ടത്. സോ ലൂപ്പിന്റെ ഉള്ളിൽ ആദ്യം എന്ത് ചെയ്യണം? റിമൈൻഡറിനെ കണ്ടുപിടിക്കണം. റിമൈൻഡർ ഈക്വൽ ടു എന്താണ്? നമ്മളെ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ മോഡ് 10 ആണ്. ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന്റെ ഓക്കെ, സോറി, നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ മോഡ് 10 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? റിമൈൻഡർ എന്നുള്ള ഫീൽഡിലോട്ട് ആ റിമൈൻഡർ വരും. അതായത് ആദ്യത്തെ ടു ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ടുള്ള 3 വരും. നെക്സ്റ്റ് എന്ത് ചെയ്യണം? റിവേഴ്സ് ഈക്വൽ ടു എന്ത് ചെയ്യണം? റിവേഴ്സ് ഇൻറ്റു 10 പ്ലസ് എന്ത് കൊടുക്കും? നമ്മളെ റിമൈൻഡർ കൊടുക്കും. ദെൻ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് വരുമ്പോൾ എന്താണ്? ഇതിനെ ഫ്ലോ ഡിവിഷൻ ചെയ്യണം. സോ എന്ത് കൊടുക്കുന്നു? n ഡബിൾ സ്ലാഷ് ഈക്വൽ ടു 10. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? പ്രിന്റ് റിവേഴ്സ് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ എന്താണ് റിവേഴ്സിൽ കിടക്കുന്ന ഔട്ട്പുട്ട് നമുക്ക് നോക്കി നോക്കാം. എന്താണ്? പൈത്തൺ സ്പേസ് റിവേഴ്സ് ഡോട്ട് പി വൈ ചെയ്യുമ്പോൾ എന്താണ്? സോറി, റിവേഴ്സ് ഈക്വൽ ടു കൊടുക്കാൻ മറന്നുപോയി. റിവേഴ്സ് ഈക്വൽ ടു, അപ്പൊ നമുക്ക് എന്ത് വന്നു?
321 എന്നുള്ള ആൻസർ വന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു നമ്പറിന്റെ റിവേഴ്സ് കണ്ടുപിടിക്കാൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് വൈൽ ലൂപ്പ് യൂസ് ചെയ്ത് നമുക്കൊരു ഐട്രേഷൻ, ഓക്കെ, ഞാനിപ്പോ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ കൊടുത്തേക്കാണ്, എന്താണ് എന്നിന്റെ വാല്യൂ 0 ആകുന്നതിലേക്കും വരണം. ഇത് ഞാൻ ഉള്ളിലിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്നിന്റെ വാല്യൂസ് കാണാൻ പറ്റും, അല്ലെങ്കിൽ റിവേഴ്സിൽ വരുന്ന വാല്യൂസ് കാണിച്ചു തരാം. എന്താണ്, ആദ്യം നമ്മൾ ലൂപ്പ് കറങ്ങുന്ന സമയത്ത് റിവേഴ്സിലോട്ട് വരുന്ന വാല്യൂ 3 ആണ്. രണ്ടാമത് എന്ത് വരും, 32 വരും. മൂന്നാമതാണ് 321. അഥവാ ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൂപ്പിന്റെ പുറത്തേക്ക് അതിന് റിസൾട്ട് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് എന്തിനകത്ത് പറയാനുള്ളത്, ഫോർ ലൂപ്പിനകത്ത്, സോറി വൈൽ ലൂപ്പിനകത്ത് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഫോർ ലൂപ്പ് എന്താണെന്ന് കൂടെ നോക്കാം. ഓക്കെ, ലൂപ്പിങ്ങിനകത്ത് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഫോർ ലൂപ്പ് ആണ്. നമ്മൾ വൈ ലൂപ്പ് എന്താണെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ നമുക്ക് ഫോർ ലൂപ്പ് എന്താണെന്ന് നോക്കാം. ഫോർ ലൂപ്പ് ഇതേപോലെ തന്നെ എന്താണ്, സീക്വൻസ് ആയിട്ടുള്ളതിനെ ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഐട്രേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോറിന്റെ സിന്റാക്സ് വരുന്നത് എന്താണ്, ഓക്കെ, ഫോറിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് എന്താണ്, ഫോർ ഐട്രേറ്റ് ചെയ്യാനുള്ള ഒബ്ജക്ട്സ് ഇൻ റേഞ്ച്. ഓക്കെ, റേഞ്ച് എന്നുള്ള ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, റേഞ്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷനകത്ത് നമുക്ക് എന്തുണ്ടാവും, സ്റ്റാർട്ടിംഗ് പോയിന്റ് കോമ എൻഡ് ചെയ്യാനുള്ള റേഞ്ച് കോമ സ്റ്റെപ്സ്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ i ഈക്വൽ ടു 1, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, i പ്ലസ് ഈക്വൽ ടു 1 അത് കൊടുത്തതുപോലെ ഇവിടെ എന്താണ്, റേഞ്ചിനകത്താണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് കോമ എൻഡ് ചെയ്യാനുള്ള പോയിന്റ് കോമ സ്റ്റെപ്സ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, 1 to 10 വരേക്കും ഫോർ ലൂപ്പ് യൂസ് ചെയ്തൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എന്താണ്, 1 കോമ എവിടെ വരെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 1-ലാണ്, എൻഡ് ചെയ്യാനുള്ളത് 10-ലാണ്. ഒരെണ്ണത്തിന്റെ ഡിഫറൻസ്, അതായത് സ്റ്റെപ്പ് 1 ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം എന്നില്ല, എക്സിറ്റ് ചെയ്യാനുള്ള റേഞ്ച്, അതായത് ലാസ്റ്റ് റേഞ്ച് കൊടുക്കണം എന്നില്ല. തന്നെ എന്ത് ചെയ്യുക, കോളൻ എന്ത് കൊടുക്കുന്നു, പ്രിന്റ് ഐ, അതിനെ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നു. സോ ഇനി നമുക്ക് ലൂപ്പ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് വന്നു, 1 to 9 വരേക്കും വന്നു. അതായത് നമ്മൾ ഓൾറെഡി ഈക്വൽ ടു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളൊന്നും നമുക്കൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് റേഞ്ച് ഇൻക്ലൂഡും എൻഡ് ചെയ്യാനുള്ള റേഞ്ച് എന്താണ്, എക്സ്ക്ലൂഡ് ആണ്. സോ അപ്പൊ നമുക്ക് എന്താവത്തില്ല, എൻഡ് ചെയ്യേണ്ട റേഞ്ച് കിട്ടുന്നില്ല. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻ കേസ് നമുക്ക് എൻഡിങ് പോയിന്റ് വരേക്കും വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരെണ്ണം കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കണം, റേഞ്ച് കൊടുക്കണം. ഓക്കെ, ഇതാണ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ബ്രേക്ക്, കണ്ടിന്യൂ, പാസ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ കൊടുക്കുന്ന പോലെ ഇഫ് ഐയുടെ വാല്യൂ 6 ആവുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തു. തന്നെ ഞാൻ ലൂപ്പ് കറങ്ങി നോക്കാം. ഇപ്പൊ എന്തായി, കറക്റ്റ് പെർട്ടിക്കുലർ കണ്ടീഷൻ ആയ 6 ആവുന്ന സമയത്ത് എന്തായി, ലൂപ്പ് എക്സിറ്റ് ആയി. then ഈ ഒരു പെർട്ടിക്കുലർ സ്പേസിൽ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ മാത്രം സ്റ്റോപ്പ് ആയിട്ട് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി എന്താണോ അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യും. ദെൻ പാസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയ ചേഞ്ചസോ കാര്യങ്ങളോ ഇല്ലാതെ പ്രോപ്പർ ആയിട്ട് നോർമലി ഫുൾ വർക്ക് ചെയ്യും. നമുക്കൊരു എം ടി സ്പേസിന് വേണ്ടി മാത്രം പാസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ നമ്മൾ എന്തും പഠിച്ചിട്ടുണ്ട്, എൽസും കൂടെ പഠിച്ചിട്ടുണ്ട്. ഫോറിനകത്തും എൽസ് എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. സോ എൽസിനകത്ത് നമ്മൾ എന്തെങ്കിലും എഴുതിയാലും ആ ഒരു ബ്ലോക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വർക്ക് ആവും, എൽസും വർക്ക് ആവും. ഓക്കെ, ഇപ്പൊ കണ്ടോ 1 to 9 വരേക്കും വന്നു, ഹായ് മെസ്സേജും വന്നു. ഇതാണ് ഫോർ ലൂപ്പിന്റെ കേസ് നമുക്ക് നോക്കാനുള്ളത്. ഇനി ഇതൊരു നമ്പേഴ്സിന്റെ കേസ് ആണെങ്കിൽ റേഞ്ചും, ഒരു സീക്വൻസിന്റെ കേസ് ആണെങ്കിൽ എന്തായിരിക്കും, ഇൻ ഓപ്പറേറ്ററും ആണ്. ഓക്കെ, അതായത് ഇപ്പൊ എനിക്കൊരു എ ഈക്വൽ ടു ഒരു ഹായ് മെസ്സേജ് ഉണ്ട്, അല്ല ഞാൻ ഒരു പൈത്തൺ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാണ്. ഇതിനകത്തെ PYT, അതായത് ഓരോ ആൽഫബറ്റ്സിനെ എനിക്ക് കിട്ടണം. സോ ഇതെന്താണ്, ഒരു സ്ട്രിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സീക്വൻസ് ഡാറ്റ ടൈപ്പ് ആണ്. ഇതിനെ ഐട്രേറ്റ് ചെയ്യാൻ നമുക്ക് ഫോർ ലൂപ്പ് ചെയ്യും. അതിന് നമ്മൾ ഇൻ ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ IN A എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ദെൻ പ്രിന്റ് ഐ കൊടുക്കാണ്. പ്രിന്റ് ഐ കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നമ്മൾ റൺ ചെയ്യുന്ന കേസിൽ നമുക്ക് PYTHON എന്നുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് വരും. ഓക്കെ, ഇതാണ് നമുക്ക് നമ്പേഴ്സിന്റെ കേസിൽ റേഞ്ചും യൂസ് ചെയ്യും. അതേപോലെ തന്നെ സീക്വൻസ് ആണെങ്കിൽ ഇൻ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ഡയറക്റ്റ് ആ സീക്വൻസിന്റെ വേരിയബിൾ ഏതാണോ ആ ഒരു വേരിയബിൾ വെച്ച് ചെയ്യും. നമ്മളിപ്പോ ലൂപ്പിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഫോർ ലൂപ്പ് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ഐട്രേറ്റ് ചെയ്യുന്ന ഒബ്ജക്ട്സ് അല്ലെങ്കിൽ സീക്വൻസ് ആയിട്ടുള്ളതിനെ ഐട്രേറ്റ് ചെയ്യാനാണ്. ഇനി നമ്മളിപ്പോ നമ്പേഴ്സിന്റെ റിവേഴ്സ് കണ്ടു, അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ട്രിങ്ങിന്റെ റിവേഴ്സ് നോക്കാം. ഓക്കെ, നമുക്ക് സ്ട്രിങ് റിവേഴ്സ് ഡോട്ട് py എന്ന് പറഞ്ഞൊരു PY ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. യൂസർ ഒരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാണ്. എന്ത് സ്ട്രിങ്ങും യൂസറിന് ഇൻപുട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇൻപുട്ട് മാത്രം കൊടുക്കാണ്. ഇൻപുട്ട് enter the
വേർഡ്. ഓക്കെ, യൂസറിന് ഒരു വേർഡ് ഇൻപുട്ട് ചെയ്യാം. യൂസർ എന്താണോ വേർഡ് ഇൻപുട്ട് ചെയ്യുന്നത് അതിന്റെ റിവേഴ്സ് കാണണം. ഓക്കെ, അപ്പൊ നമ്മൾ എ ഈക്വൽ ടു ഇൻപുട്ട് എന്ന് കൊടുക്കുന്നു. തന്നെ എന്ത് ചെയ്യുന്നു, ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫോർ ഐ ഇൻ എ, ലൂപ്പിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് റിവേഴ്സ് കാണാൻ വേണ്ടി എന്താണ്, നേരത്തെ പോലെ ഒരു എം ടി വേരിയബിൾ. ഓക്കെ, സ്ട്രിങ്ങിന്റെ കേസിൽ എം ടി വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ചുമ്മാ ഒരു വേരിയബിൾ ഈക്വൽ ടു സിംഗിൾ കോട്ടോ ഡബിൾ കോട്ടോ ഇട്ട് വെച്ചാൽ അത് എന്താവും, ഒരു എം ടി സ്ട്രിങ് ആയിരിക്കും. സോ ഇനി എന്ത് വേണം, റിവേഴ്സ് ഈക്വൽ ടു, അതായത് ഇപ്പോഴും നമുക്ക് എന്താണ് ആദ്യം പ്രിന്റ് ചെയ്ത് വരുന്നത്, പി ആണ്. സോ എന്ത് ചെയ്യും, റിവേഴ്സ് ഈക്വൽ ടു ആദ്യം വരുന്നത് എങ്ങോട്ട് വരണം, ലെഫ്റ്റ് സൈഡിലോട്ട് വരണം. സോ എന്ത് ചെയ്യും, ഐ പ്ലസ് റിവേഴ്സ്. ഓക്കെ, ദെൻ അതിനുശേഷം എന്ത് ചെയ്യുക, പ്രിന്റ് റിവേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക. ഇപ്പൊ നമുക്ക് നോക്കി നോക്കാം. സ്ട്രിംഗ് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു വേർഡ് കൊടുക്കാണ്, പൈത്തൺ എന്നുള്ള വേർഡ് കൊടുക്കാണ്. നമുക്ക് തിരിച്ചിട്ട് എന്ത് വന്നു, ഓപ്പോസിറ്റ് റിയാക്റ്റിൽ ആൻസർ വന്നു. ഓക്കെ, ഇതാണ് നമ്മൾ എന്തിനകത്തുള്ളത്, ഫോർ ലൂപ്പിനകത്ത് നമ്മളൊരു സ്ട്രിങ്ങിന്റെ റിവേഴ്സ് കാണുകയാണെങ്കിൽ. ഓക്കെ, നമ്മളെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിനകത്ത് വരുന്നതാണ് എന്ത്, സ്ട്രിങ്ങിന്റെ റിവേഴ്സ് കാണാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ പറയാനുള്ള. ഫോർ ലൂപ്പും വൈൽ ലൂപ്പും എന്താണെന്ന് പറഞ്ഞു, അതിനകത്തെ കൺട്രോൾ സ്ട്രക്ചേഴ്സ് പറഞ്ഞു. ഇനി നമുക്കൊരു നെസ്റ്റഡും കൂടെ പറയാനുണ്ട്. ഓക്കെ, ആ ഒരു നെസ്റ്റഡും കൂടെ പറയാം, ഫോർ ലൂപ്പിനകത്തും വൈൽ ലൂപ്പിനകത്തും. ഓക്കെ, നെസ്റ്റഡ് എന്നുള്ള കണ്ടീഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഒന്നിനകത്ത് അടുത്തത് വരുമ്പോഴാണ് നമ്മൾ നെസ്റ്റഡ് എന്നുള്ള ഒരു കണ്ടീഷൻ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫോർ ലൂപ്പിന്റെ നെസ്റ്റഡ് ഒന്ന് നോക്കാം, അതേപോലെ തന്നെ വൈൽ ലൂപ്പ്. നെസ്റ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഫോർ ലൂപ്പ്. ഓക്കെ, ഫോറിന്റെ നെസ്റ്റഡ് നോക്കാം ആദ്യം. എന്താണ് സിന്റാക്സ് എന്ന് പറയുന്നത്, ഫോർ ഐട്രേറ്റ് ചെയ്യാനുള്ള ഒബ്ജക്റ്റ് ഇൻ റേഞ്ച്. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് റേഞ്ച് കൊടുക്കുകയാണ്. റേഞ്ചിനകത്ത് എനിക്ക് എന്താണ്, ഫസ്റ്റ് ലൂപ്പ് ഒരു 5 വട്ടം കറങ്ങണം. ഓക്കെ, 4 വട്ടം കറങ്ങണം. ദെൻ എന്റെ ഇന്നർ ലൂപ്പിൽ എന്താണോ എനിക്ക് വേണ്ടത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ എഴുതി കൊടുക്കുക. ദെൻ നെക്സ്റ്റ് അടുത്ത ഫോർ ലൂപ്പ്, ഫോർ ജെ ഇൻ റേഞ്ച് എന്ത് കൊടുക്കുന്നു, എനിക്ക് ജെ ഒരു 2 വട്ടം കറങ്ങണം. ആ 2 വട്ടം കറങ്ങുന്ന സമയത്ത് എന്താണോ എനിക്ക് ഔട്ടർ ലൂപ്പിൽ, സോറി ഇന്നർ ലൂപ്പ് അല്ല, ഇത് ഔട്ടർ ലൂപ്പാണ്. ഇത് നമ്മൾ ഇന്നർ ലൂപ്പാണ്. ഇന്നർ ലൂപ്പിൽ എന്താണോ എനിക്ക് സ്റ്റേറ്റ്മെന്റ് ഡിസ്പ്ലേ ആണുള്ള ആ ഇന്നർ ലൂപ്പിലെ സ്റ്റേറ്റ്മെന്റ് വരാൻ പറയും. ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് വരുന്നത്, ഇന്നർ നെസ്റ്റഡ് ഫോർ വരുന്നത്. ഓക്കെ, നമുക്ക് ഇനി നെസ്റ്റഡ് ഫോറിന്റെ ഒരു പ്രോഗ്രാം നോക്കാം. എനിക്ക് എന്ത് വേണം, എനിക്കൊരു മെസ്സേജ്, അതായത് 2 കണ്ടീഷൻ നോക്കാം. നമുക്ക് ഇവിടെ ഒരു പ്രോഗ്രാം എഴുതി നോക്കാം. എന്താണ്, ഫോർ ഐ ഇൻ റേഞ്ച് എന്ത് ചെയ്തു, നമ്മളിവിടെ കൊടുത്ത പോലെ 1 to 5 വരേക്കും പ്രിന്റ് ചെയ്യണം. അതിനകത്ത് എനിക്ക് എന്ത് പ്രിന്റ് ചെയ്യണം, പ്രിന്റ് ഐയുടെ വാല്യൂ, അതായത് 1 to 5 വരെയും 1 to 4 വരെയും പ്രിന്റ് ചെയ്യണം. ഇതിന്റെ ഉള്ളിലായിട്ട് അത് എനിക്ക് 1 എന്ന് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് 2 വട്ടം ഒരു ഹായ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഹലോ മെസ്സേജ് കാണിക്കണം. സോ അതിനാണ് നമ്മൾ നെസ്റ്റഡ്. അതായത് ഫസ്റ്റത്തെ ലൂപ്പ് ഒരു വട്ടം കറക്കുമ്പോൾ ഇന്നർ ലൂപ്പ് എത്ര വട്ടം കറങ്ങും, നമ്മൾ എത്രയാണോ റേഞ്ച് കൊടുത്തത് അത്രയും വട്ടം കറങ്ങും. സോ ഫോറിനകത്ത് എന്ത് ചെയ്യുന്നു, ഫോർ ജെ ഇൻ റേഞ്ച് 2 കൊടുക്കുന്നു. ആ ജെ ലൂപ്പിനകത്ത് ഞാൻ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നത് പ്രിന്റ് ഒരു ഹായ് മെസ്സേജ് ആണ്. സോ ഈ ഹായ് മെസ്സേജ് കൊടുത്ത് പ്രിന്റ് ചെയ്തു. ഇനി നമ്മൾ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ നോക്കിക്കേ, ആദ്യം നമുക്ക് ഇന്നർ ലൂപ്പ് ഒരു വട്ടം കറങ്ങും. അതായത് നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ എന്തിലോട്ട് വരും, ഔട്ടർ ലൂപ്പിലോട്ട് വരും. ഔട്ടർ ലൂപ്പ് ഫോൾസ് ആവുന്നത് വരേക്കും ഔട്ടർ ലൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇന്നർ ലൂപ്പ് ഒരു വട്ടം കറങ്ങുമ്പോൾ ഔട്ടർ ലൂപ്പിന്റെ റേഞ്ച് എത്രയാണോ അത്രയും വട്ടം ഔട്ടർ ലൂപ്പ് കറങ്ങി നമുക്ക് അതിന്റെ റിസൾട്ട് കാണിക്കും. ദെൻ എന്ത് ചെയ്യും, വീണ്ടും ഇന്നർ ലൂപ്പ് വർക്ക് ചെയ്യും, ദെൻ ഔട്ടർ ലൂപ്പ്. ആ രീതിയിലാണ് നമുക്ക് എന്തിനകത്ത് പോകുന്നത്, നെസ്റ്റഡ് ഫോറിൽ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, നെസ്റ്റഡ് വൈലും ഉണ്ട്. ആ ഒരു കാര്യം കൂടെ നമുക്ക് ഇന്ന് ഈ ഒരു സെഷനിൽ നോക്കാം. നെസ്റ്റഡ് വൈലിനകത്ത് എന്താ വരുന്നത്, നെസ്റ്റഡ് വൈലും കൂടെ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈൽ എന്താണോ നമ്മളെ കണ്ടീഷൻ, ആ ഒരു കണ്ടീഷൻ കൊടുക്കുന്നു. ആ ഒരു കണ്ടീഷൻ, അതായത് ഔട്ടർ ലൂപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണോ നമുക്ക് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുക. ദെൻ ഇന്നർ ലൂപ്പിനകത്ത് എന്താണ്, നമുക്ക് ഇന്നർ ലൂപ്പിനകത്ത് എന്താണോ വേണ്ടത് ആ ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ കൊടുക്കുന്ന സമയത്ത് ഇന്നർ ലൂപ്പിൽ നമ്മൾ വൈൽ ഫോറിൽ കണ്ട അതേ പേർപ്പസ് എന്തിലും കാണാൻ പറ്റും, വൈലിനകത്തും ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് രണ്ടറായിട്ട്, അതായത് ഫസ്റ്റ് കണ്ടീഷൻ, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസിൽ എന്താണോ നമുക്ക് വേണ്ടത് ആ ഒരു കണ്ടീഷൻ കൊടുക്കുക. ദെൻ സെക്കൻഡ് കണ്ടീഷൻ. അങ്ങനെയുള്ള രീതിയിലാണ് നമുക്ക് എന്ത് വർക്ക് ആവുന്നത്, നെസ്റ്റഡ് വർക്കായി പോകുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു പ്രോഗ്രാം ആയിട്ട് ചെയ്തു നോക്കാം. എന്താണ്, ഐയുടെ വാല്യൂ, അതായത് ഫസ്റ്റ് ലൂപ്പ് എത്ര, അതായത് ഞാൻ ഔട്ടർ ലൂപ്പ് 0 സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നു. ദെൻ വൈലിലെ കണ്ടീഷൻ കൊടുക്കുക, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ 3.
ആ കണ്ടീഷൻ, അതായത് എനിക്ക് ഫസ്റ്റത്തെ കണ്ടീഷൻ ഒരു വട്ടം, അതായത് ഞാൻ പ്രിന്റ് എന്തിനെ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നു, ഐനെ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത് ഐ ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇന്നർ ലൂപ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ജെയുടെ കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇന്നർ ലൂപ്പിൽ ജെ ഈക്വൽ ടു 1 കൊടുക്കുന്നു. ദെൻ വൈൽ ലൂപ്പിൽ കണ്ടീഷൻ കൊടുക്കുക, വൈൽ ജെ എന്ത് കൊടുക്കുന്നു, ലെസ് ദാൻ 5 കൊടുക്കുന്നു. ജെ ലെസ് ദാൻ 5 ആവുന്നവരേക്കും എനിക്ക് എന്തിനെ പ്രിന്റ് ചെയ്യണം, ജെനെ പ്രിന്റ് ചെയ്യണം. ഇത്രയും കൊടുത്തു. ഞാൻ എൻ്റെ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ജെ ലൂപ്പിന് സ്റ്റെപ്പ് ചെയ്യണം, പ്ലസ് ഈക്വൽ ടു 1. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഉള്ളിലായിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യണം, എൻ്റെ ഫസ്റ്റ് ഔട്ടർ ലൂപ്പിനെയും സ്റ്റെപ്പ് ചെയ്ത് മാറ്റണം. ഇത്രയും ചെയ്ത് ഞാൻ ലൂപ്പിംഗ് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ എന്തായി, എനിക്ക് ആദ്യം ഒരു 0 വന്നു, എനിക്ക് 1 2 3 വന്നു. സോ ഞാൻ ഇവിടെ ഇപ്പൊ വേറെ എന്തെങ്കിലും കൊടുക്കാം, അപ്പൊ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഹൈ കൊടുത്തു. നമ്മൾ ഈ സെയിം പ്രോഗ്രാം ഒന്നുകൂടെ റിപ്പീറ്റിൽ റൺ ചെയ്യാണ്. ഇപ്പൊ കണ്ടില്ലേ, നമുക്ക് നേരത്തെ പോലെ 0 വന്നു, നമുക്ക് എത്ര വട്ടം, 4 വട്ടം ഹായ് മെസ്സേജ് വന്നു. ഇതാണ് നമുക്ക് എന്ത്, ഇന്നർ അല്ലെങ്കിൽ നെസ്റ്റഡ് എന്നുള്ള കാര്യത്തെ പഠിക്കണം. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനകത്ത് ഫോർ ലൂപ്പ് എന്താണെന്ന് നോക്കി, അതേപോലെ തന്നെ വൈൽ ലൂപ്പ് നോക്കി, ദെൻ അതിനകത്തെ കൺട്രോൾ ട്രാൻസ്ഫർ സ്റ്റേറ്റ്മെന്റ്സ് നോക്കി, വൈലിനും ഫോറിനും എൽസ് ഉണ്ട്, അതേപോലെ തന്നെ എന്തും നോക്കി, നെസ്റ്റഡ് ഫോർ, നെസ്റ്റഡ് വൈൽ. ഓക്കെ, ഇത്രയും സെഷൻസ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്ത് പോയേക്കുന്നത്. ഓക്കെ, താങ്ക് യു.